ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അരിപ്പൊടി കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള 3 തരം ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. വീഡിയോയിലേക്ക് പോണതിന് മുന്നായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഷോർട്ട്കട്ട് എന്നാണ് ഇതിൻ്റെ പേര്. സിമ്പിളായിട്ട് നമുക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ആപ്ലിക്കേഷനാണ് കേട്ടോ ഇത്. ഇതിൽ കുറേ നല്ല വീഡിയോ എഫക്ട്സുകളൊക്കെ ഉണ്ട്. അതുപോലെ ഫ്രീ ആയിട്ട് നമുക്ക് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യാനും വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാനും ഹൈ ക്വാളിറ്റിയിൽ തന്നെ അത് ഷെയർ ചെയ്യാനും പറ്റും കേട്ടോ. എനിക്ക് ഈ ഷോർട്ട് കട്ടിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് നമ്മളിതായി എഡിറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ അല്ലേ, ഇത് നമുക്ക് വാട്ടർമാർക്ക് ഇല്ലാതെ തന്നെ സേവ് ചെയ്യാനും പറ്റും. ഇഷ്ടമെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കിക്കോളൂ. ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ അരിപ്പൊടി കൊണ്ടുള്ള ആദ്യത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർക്കാം. ഇനിതാ നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകാനായിട്ട് 5 മിനിറ്റ് നേരം ഇതിവിടെ ഒന്ന് മൂടി വയ്ക്കുകയും കൂടെ ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് പോയിട്ട് നമുക്ക് കൈകൊണ്ട് പിടിക്കാനായിട്ട് പറ്റണ പാകത്തിനുള്ള ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റൊന്നും നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുണ്ടാവണമെന്നൊന്നും ഇല്ലല്ലോ. ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇനിതാ നമ്മൾ ഈ കുഴച്ചെടുത്തിട്ടുള്ള മാവിൽ നിന്നും ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുളയാക്കി എടുത്ത ശേഷം ഇതുപോലെയും കൂടെ ഒന്ന് ആക്കി കൊടുക്കണേ. ചെറിയൊരു കപ്പിൻ്റെയൊക്കെ ഷേപ്പിലാണ് നമ്മളിത് ചെയ്തിട്ടെടുക്കുന്നത്. എല്ലാം തന്നെ ഇതുപോലെ ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചിട്ട് കൂടെ എടുക്കാം. ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാണ് ഇത് സ്റ്റീം ചെയ്തിട്ടെടുക്കുന്നത്. അതിനായിട്ട് ഇതുപോലത്തെ ഒരു വട്ടയില ഇതിനുള്ളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. വട്ടയില വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതിന് പകരമായിട്ട് വാഴയില എടുത്താലും മതി. ഇനിയിപ്പോൾ വട്ടയിലയും വാഴയിലയും ഒന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. സ്റ്റീൽ പ്ലേറ്റിൽ വെച്ചിട്ട് ഇത് സ്റ്റീം ചെയ്തെടുത്താലും മതിയേ. എല്ലാം തന്നെ ഇതുപോലെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി ഇത് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ്. അപ്പോഴേക്കും തന്നെ നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് നന്നായി തന്നെ വെന്തിട്ടുണ്ട്. ഈ ഒരു പാകമായ മതിയെ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചെറിയൊരു ചമ്മന്തി കൂടെ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളാണ് ഇട്ട് കൊടുക്കണത്. നമ്മൾ ഈ എള്ളൊക്കെ കഴിക്കണത് ഒത്തിരി നല്ലതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ചേർത്തിട്ട് 30 സെക്കൻഡ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് തേങ്ങയാണ്. കാണാനായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ ബ്രൗൺ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞേ ഉള്ളൂ. ഇതുപോലെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകാണ്. കൂടെ തന്നെ കണ്ടോ ഇതുപോലത്തെ ചെറിയ 3 കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ 2-3 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇതെല്ലാം കൂടെ എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് നമ്മുടെ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കണ കൊണ്ട് തന്നെ കഴിക്കാനായിട്ടൊന്നും കൂടെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഈ ഒരു തേങ്ങയുടെ ഷെയ്ഡൊന്നും ഒത്തിരി മാറിക്കിട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു പാകമായ മതിയെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി കഴിയുന്ന സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഈ സമയം ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. നമുക്കിത് അരഞ്ഞു കിട്ടാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതിയേ. കണ്ടോ ഇതുപോലെ ചെറിയ തരിയായിട്ടാണ് നമുക്കിത് അരഞ്ഞു കിട്ടേണ്ടത്. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഈ കടുകൊക്കെ പൊട്ടിക്കഴിയണ സമയത്ത് നമ്മുടെ ഈ ഒരു ചമ്മന്തിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിതാ നമ്മുടെ ഈ ഒരു ചമ്മന്തി നമ്മൾ നേരത്തെ അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു പലഹാരത്തിനുള്ളിലായിട്ട് നിറച്ച് കൊടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പലഹാരം. നമ്മുടെ എള്ളൊക്കെ ചേർത്തിട്ടുള്ള ചമ്മന്തി കഴിക്കാനായിട്ട് തന്നെ നല്ല രുചിയാണ് കേട്ടോ. ഇഷ്ടമായി കഴിഞ്ഞാൽ തയ്യാറാക്കി നോക്കണേ. ഇനി നമുക്ക് നമ്മുടെ അരിപ്പൊടി കൊണ്ടുള്ള അടുത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം.
ഇതിനായിട്ട് ഒരു കടായിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ വെള്ളമൊക്കെ ചെറുതായിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറന്നു പോവല്ലേ. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് 5 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഇനി നമ്മുടെ അരിപ്പൊടിയുടെ ചൂടൊക്കെ നന്നായിട്ട് ഒന്ന് പോയി കഴിയണ സമയത്ത് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുഴച്ചെടുക്കാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ മാവിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് കുഞ്ഞി ഉരുളകളാക്കിയിട്ടെടുക്കാം. ഇപ്പം നമ്മളിത് ഉരുളകളാക്കി എടുക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിലാകെ ഒട്ടിപ്പിടിച്ച് പോകത്തേ ഉള്ളൂ. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമ്മുടെ കയ്യിലും കുറച്ച് എണ്ണയൊന്ന് തൂത്ത് കൊടുക്കണേ. ഒരുപാട് വലിയ ഉരുളകളാക്കിയിട്ടെടുക്കരുതേ. ഇതുപോലെ കുഞ്ഞു ഉരുളകളാക്കിയിട്ടെടുത്തിട്ട് നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ കഴിക്കാനായിട്ടൊന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാതും തന്നെ നമുക്ക് ഇതുപോലെ ഉരുളകളാക്കിയിട്ടെടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇനി ഈ ബോൾസൊക്കെ നമുക്ക് ആവിയിൽ ഒന്ന് വേവിച്ചുകൂടെ എടുക്കാം. ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാണ് ഇത് സ്റ്റീം ചെയ്തിട്ടെടുക്കണത്. ഞാൻ ഇതിലേക്ക് ഒരു വട്ടയില കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ കുഞ്ഞു ബോൾസൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ഒരു വട്ടയിലേക്ക് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വട്ടയിലേക്ക് ഇട്ടിട്ട് ഇത് വേവിച്ചിട്ടെടുക്കണത്. വട്ടയില തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് വാഴയില എടുത്തോളൂ. ഇനിയിപ്പോൾ വട്ടയിലയും വാഴയിലയും ഒന്നും ഇല്ലെങ്കിലും സാരമില്ല. ഇതിന് പകരമായിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടാവില്ലേ, അതിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്താലും മതിയേ. ഇനി ഇത് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ്. അപ്പോഴേക്കും തന്നെ നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ ഒരു പാകമായ മതിയെ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതോടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചെറിയൊരു മിക്സ് കൂടെ തയ്യാറാക്കാം. അതിനായിട്ട് 1/4 കപ്പ് ചെറുപയർ പരിപ്പ് അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ചേർത്തിയിട്ടല്ല കേട്ടോ. നമ്മുടെ ഈ ചെറുപയർ പരിപ്പൊക്കെ കുതിർത്തെടുക്കുന്ന സമയത്ത് ഇതിന് ചെറിയൊരു നനവുണ്ടാവില്ലേ, ആ ഒരു നനവ് കൊണ്ട് തന്നെ നമുക്കിത് അരഞ്ഞു കിട്ടുവേ. ഇപ്പോൾ നിങ്ങൾക്ക് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാനായിട്ട് നല്ല പാടാണെങ്കിൽ 1-2 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരേണ്ട സമയത്ത് കുറച്ച് കടുകും ഉഴുന്നുപരിപ്പും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കശുവണ്ടിയും കൂടെ ചേർക്കാം. കശുവണ്ടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതിയേ. ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും 1/2 ടീസ്പൂൺ ഇഞ്ചി ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മളിപ്പോൾ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചെറുപയർ പരിപ്പിൻ്റെ പേസ്റ്റല്ലേ, ഇതും കൂടെ ചേർക്കാം. ഇനി നമ്മുടെ ഈ ചെറുപയർ പരിപ്പൊക്കെ നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണ വരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഈ ഒരു പാകാകണ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1/4 കപ്പ് മഞ്ഞൾപ്പൊടിയാണ്. കൂടെ തന്നെ 2 നുള്ള് കായപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി നമുക്കിത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം മൂടി വെച്ച് 5 മിനിറ്റ് നേരം നന്നായിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. നമ്മുടെ ചെറുപയർ പരിപ്പിൻ്റെ ഈ ഒരു മിക്സ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ അരിപ്പൊടിയുടെ ബോൾസില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് 3 മിനിറ്റ് നേരം കൂടെ നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഈ ഒരു പാകമായ മതിയെ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പലഹാരം. കഴിക്കാനായിട്ട് നല്ല രുചി തന്നെയാണ് കേട്ടോ. ഇഷ്ടമായി കഴിഞ്ഞാൽ തയ്യാറാക്കി നോക്കണേ. ഇനി നമുക്ക് നമ്മുടെ 3ാമത്തെ അരിപ്പൊടി കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. ഇതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് റവയാണ്. വറുത്ത റവയോ വറുക്കാത്ത റവയോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. കൂടെ തന്നെ 1/2 കപ്പ് അവലും കൂടെ ചേർക്കാം. ഞാൻ വെള്ളയവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെള്ളയവൽ തന്നെ വേണമെന്നില്ല, ഇതിന് പകരം മട്ടയവൽ എടുത്താലും മതി. ഇനി ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനിതാ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ. വറുത്ത പൊടിയോ വറുക്കാത്ത പൊടിയോ എന്ത് വേണേലും നമുക്ക് ചേർക്കാം. ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1/2 കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് കലക്കിയെടുക്കാം. ഒരുപാട് ലൂസായിട്ടുള്ള മാവായിട്ടല്ല, കുറച്ച് കട്ടിയിലുള്ള മാവായിട്ടാണ് നമുക്കിത് എടുക്കേണ്ടത്. എനിക്കിത് നല്ലപോലെ മിക്സാക്കി എടുക്കാനായിട്ട് 1/2 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത്. ഇതാ കണ്ടോ, ഈ ഒരു പാകത്തിലാണ് നമ്മുടെ ഈ ഒരു മാവിരിക്കണത്. ഇനി നമുക്കിത് 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഈ മാവ് നമ്മളിപ്പോൾ മാറ്റി വെച്ചിട്ട് 10 മിനിറ്റായി. ഇപ്പോൾ കണ്ടില്ലേ, ഒന്നും കൂടെ തിക്കായി വന്നിട്ടില്ലേ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മീഡിയം വലുപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും 3 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതുമാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയം ഉപ്പ് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനി നമുക്ക് ഈ മാവ് 2 രീതിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കാറില്ലേ, അതുപോലെ പരത്തിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ സ്റ്റീം ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അതുപോലെ ചെയ്തോളൂ. നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് ഞാൻ എന്താ കണ്ടോ ഇതുപോലത്തെ ഒരു സ്റ്റീൽ മൂടിയാണ് എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് വിട്ട് കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടെ തൂത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മൂടി ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു മാവിൽ നിന്നും കുറച്ച് മാവ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കാവേ. ഇനി ഒരു 2-3 മിനിറ്റ് നേരം നമുക്കിത് ഇങ്ങനെ തന്നെ വേവിക്കാം. അതിനുശേഷം ഇത് കമഴ്ത്തി വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കൈ പൊള്ളാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു കുഞ്ഞ് സംശയം ഉണ്ടാവും, നമ്മുടെ ഈ ഒരു മാവ് വെള്ളത്തിലേക്ക് വീണു പോകുമെന്ന്. ഒട്ടും തന്നെ വീണു പോവില്ല കേട്ടോ, ധൈര്യമായിട്ട് തന്നെ ചെയ്തോളൂ. നല്ല രുചിയുള്ള പലഹാരമാണ് കേട്ടോ ഇത്. എല്ലാവർക്കും തന്നെ ഒത്തിരി ഇഷ്ടമാകും. നമ്മുടെ ചാനലിൽ കുറേ ഹെൽത്തി ആയിട്ടുള്ള നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ, 4-5 മിനിറ്റ് തന്നെ മതിയാകും. ഈ ഒരു പാകമായാൽ മതി. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് പോയി കഴിയുന്ന സമയത്ത് നമുക്കിത് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കാം. ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് വിടിയിച്ചെടുക്കാനായിട്ടും നല്ല എളുപ്പമാണ്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെയും കഴിക്കാം. പക്ഷേ ഇങ്ങനെ കഴിക്കുന്നതിലും ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക എണ്ണയിൽ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണേ. ഈ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളുത്ത എള്ളാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണത്. വെളുത്ത എള്ള് തന്നെ ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിന് പകരമായിട്ട് കടുക് പൊട്ടിച്ചിട്ട് എടുത്താലും മതിയേ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചതും കൂടെ ചേർക്കാം. ഉണക്കമുളക് ചതച്ചതില്ലെങ്കിൽ ഇതിന് പകരമായിട്ട് മുളക് പൊടി ചേർത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നിരത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇത് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലപോലെ ഒന്ന് മൊരിയിച്ചിട്ട് എടുക്കാം. ഇങ്ങനെ ചെയ്തിട്ട് എടുക്കണ കൊണ്ട് തന്നെ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പലഹാരം. തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു തവണയിലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്